ശ്രീലങ്കയിലെ ആ പാറപ്പുറത്ത് കയറാൻ പോവുക. സിഗ്രിയ എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് പൈതൃക പട്ടിക യുനെസ്കോൻ്റെ 8ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ വിദേശികളൊക്കെ കണ്ടമാനം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഈ ശ്രീലങ്കയിൽ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പാറപ്പുറം കൂടിയാണിത്. അതിലേക്ക് കയറാൻ കുറച്ച് പണിയുണ്ട്. അതങ്ങനെ കയറി പോകണം. അവിടെ എത്തുമെങ്കിൽ ഞാൻ ഉള്ളവരൊക്കെ കാണിച്ചു തരാം. ഒന്ന് കയറണമെന്നുണ്ട്. അതിനുള്ളൊരു തുടക്കമാണ്. ഒക്കെ കാണിച്ചു തരാം മുകളിലെത്തിയിട്ട് ബാക്കിയുള്ളത്. ഈ കുന്ന മക്കളെ ഇനി കയറാനുള്ളത് അതാ. ഇങ്ങനെ കണ്ടാലേ തിരിയില്ല. ആ തല വരെ എത്തണം. എവിടെ എത്തുമെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ ഒരു പരുവത്തിലായിന്. അതിന്റെ മുകളിലേക്ക് എത്തേണ്ടതാ. എത്തുമെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റൂല. ഞങ്ങൾ കയറിയില്ല. ഒരു 4 സ്റ്റെപ്പ് അങ്ങോട്ട് കയറാനുള്ളത്. ആ പാറിന്റെ ചോട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഈ കോലായിന്. ഇനി ആ മല കീഴടക്കുക എന്ന് പറഞ്ഞ് നടക്കുമല്ലോ പടച്ചോനും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാ കയറ്റം തുടങ്ങുകയാണ്. ഫസ്റ്റ് അതിലൂടെ കേട്ടോ കയറി വരുന്ന രൂപമാണിത്. എവറസ്റ്റ് ഏട്ടം കയറുന്ന പോലെ. ഈ മല ഇതിലൂടെ കയറി പോണം. 1500 ചില്ലാനം ഇതുപോലത്തെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലെത്താൻ കേട്ടോ. നമ്മളൊക്കെ ഈ വയസ്സായ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മുകളിൽ ഇതാ ഇംഗ്ലീഷുകാർ കയറി ഇറങ്ങുന്നത്. ഓലാണ് ഇപ്പം നമ്മൾ ഊർജം. ടോപ്പിലെത്തി എണീക്കാൻ വയ്യാതെ ഇരിക്കുകയാണ്. എന്താ കാട്ടേണ്ടത് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് പച്ചവെള്ളമാണ്. നല്ല കേട്ടോ. അതൊക്കെ ഈ ഉറ്റിക്കണൊക്കെ വേർപ്പാണ്. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ വേർത്തില്ല കേട്ടോ. അതിന് വല്ലാത്ത ഒരു നല്ല ചൂടും. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തിന്. അതിൻ്റെ ചിഹ്നമാണ് ഇത്. ഇവിടെ കയറി നിൽക്കണമെന്നാ. എന്നാലേ ഇത് വിജയക്കൊടി നാട്ടിയതായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. ഇതിൻ്റെ പുറത്തുള്ള വ്യൂ കണ്ടോളി. ഇത് കണ്ടില്ല എന്ന് പറയണ്ട. സിഗ്രിയയിലുള്ള ഈ കാഴ്ച മുകളിൽ നിന്നുള്ള ഫുള്ള് പച്ചപ്പാ. അതിൽ നമ്മളെ വയനാട്ടിൽ ഒക്കെ ചെന്ന പോലെ ഫുള്ള് കാടും മലകളും പുഴകളും ആറുകളും മാത്രമേ ഇവിടെ ഉള്ളൂ. ഫുള്ള് മലകളൊക്കെ നോക്കിയേ. ഇത് നമ്മളെ നാട്ടിലെ കോറി മുതലാളിമാർ വരാഞ്ഞ് നന്നായി. ഇല്ലെങ്കിൽ മുഴുവൻ ആ മല പോലെ നശിപ്പിക്കുമായിരുന്നു. ഏതായാലും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ആ പാറയുടെ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ നല്ലൊരു കുളം. ഈ കുളത്തിൽ വെള്ളം വരുന്നത് ആ താഴെയുള്ള തോട്ടിൽ നിന്നാണ് ഇവർ പറയുന്നത്. എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്ക് പറയാൻ വയ്യ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ വെള്ളത്തിൽ എന്നുള്ള ചോദ്യം എൻ്റെ മുന്നിലുണ്ട്. പക്ഷെ അത് മഴവെള്ളം നിറഞ്ഞതാണെങ്കിൽ അതും ആവാം. ഏതായാലും രണ്ടും ഞാൻ പ്രേക്ഷകർക്ക് വിട്ടു തരുന്നുണ്ട്. ഏതുവാണേലും എടുത്തോളി. ഇനി ഇറങ്ങാൻ പോവാ. ഇറങ്ങണോ ഈ പറഞ്ഞ മാതിരി തന്നെ. കയറുന്നതിലും കഷ്ടപ്പാടാണ് ഇറങ്ങണതിൽ. ഏതായാലും കയ്യും കാലും വർക്കൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. നല്ല ദാദാ ഈ താഴെ വ്യൂ ഇങ്ങോട്ട് കണ്ടോളി. ഇത് പിന്നെ കാണൂല. ഇനി അങ്ങോട്ട് കയറൂല. പെരുങ്ങാൻ കുട്ടികൾ നല്ലോണം ഉണ്ട് ഈ മലേൻ്റെ മുകളിൽ. ഈ പാറയുടെ പുറത്തിലൊക്കെ അത് നല്ലൊരു രസമുള്ള കാഴ്ച.